ഹായ് ഗൈസ്. അപ്പോൾ മഴയെല്ലാം തോർന്ന ഒരു സമയത്ത് ഞാൻ മുറ്റത്തിറങ്ങിയതാണ്. നമ്മളെ കപ്പളം കണ്ട ഒരുപാട് കപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ മനസ്സിൽ ഒരുപാട് നിർവൃതിയാണ്. കാരണം വലിയ സംഭവമൊന്നും അല്ലാന്ന് എല്ലാവർക്കും തോന്നുമെങ്കിലും വളരെയധികം സംഭവമുള്ളൊരു ഇതാണ് കപ്പക്ക. ഒരുപാട് പ്രോട്ടീനും കാര്യങ്ങളെല്ലാം നൽകാൻ കഴിവുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് കപ്പക്ക. അപ്പോൾ 3 കപ്പത്തൈയാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് ചേച്ചി എനിക്ക് തന്നത്. അത് അവരെ നല്ല മനസ്സാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം കപ്പക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാ സ്ഥലത്തിലും ഞാനിങ്ങനെ കപ്പക്ക ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെയല്ല, എല്ലായിടയ്ക്കും എല്ലാം കുറച്ച്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ അപ്പുറത്ത് പോകാനും മടി. അപ്പോൾ ആ ചേച്ചി എനിക്ക് തന്നതാണ്. അത് തന്നപാട് ഞാൻ നട്ടു. അപ്പോൾ എന്തോ ഭാഗ്യം, അതിൽ 3 കപ്പക്കയിലും നല്ലപോലെ കപ്പക്ക പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പുളിശ്ശേരി ആക്കാനാണെങ്കിലും ഓലം വെക്കാനാണെങ്കിലും വറവാക്കാനായാലും എല്ലാത്തിനും ഒരു ഉത്തമം തന്നെയാണ് കപ്പക്ക. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് ഭാഗം കണ്ടിട്ട് നിങ്ങൾ അമ്പരക്കല്ലേ ഇഷ്ടം പോലെ കാട് കയറി കിടക്കുകയെന്ന്. അത് വൃത്തിയാക്കലുണ്ട്. ഞാൻ കഴിഞ്ഞ കൊല്ലം ഞാൻ തന്നെ അമ്പൂട്ടൻ അന്നേരം 1 വയസ്സ് ആ സമയത്ത് അമ്പൂട്ടനെ ഉറക്കി കിടത്തിയിട്ടും മറ്റും ഞാൻ വൃത്തിയാക്കി എല്ലാം. അപ്പോൾ എന്നോട് എല്ലാ അയൽവാസികളാലും പറയലുണ്ട് ഭയങ്കര സംഭവം തന്നെ നീ ഈ വയക്കാൻ പോയിട്ടുണ്ട് ഇതിന് മുന്നേ. കാരണം അതുപോലെ ഞാൻ ഒറിജിനാലിറ്റി വയക്കുന്നവർ വൃത്തിയാക്കുന്ന പോലെ തന്നെ വയക്കിനി. പക്ഷേ ഈ പ്രാവശ്യം തന്നെ തൊട്ടാവാടിയുടെ മുള്ളെല്ലാം കൊണ്ട് കൈയെല്ലാം കീറി ചെയ്തിന് ഗൈസ്. ഈ പ്രാവശ്യം എനിക്കത് ആവുന്നുണ്ടായിട്ട് അമ്പൂട്ടന് കുരുത്തക്കേട് കൂടി വരുന്ന സമയമായതുകൊണ്ട് ഉറക്കവുമില്ല. പണിയെടുക്കുന്നിടക്ക് ഓന് എന്തെങ്കിലും കുരുത്തക്കേടെല്ലാം ഒപ്പിച്ച് വീഴുവെല്ലാം ചെയ്യൽ പതിവാണ്. അതുകൊണ്ട് തന്നെ ഞാനതിന് മെനക്കെട്ടില്ല. കാരണം ആരെങ്കിലും വയക്കുന്ന മിഷനൊക്കെ ഉണ്ട്, അവരോട് അന്വേഷിച്ച് ചോദിക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയെന്ന്. എൻ്റെ അമ്മ ഇതിന് മുമ്പ് എപ്പം വന്ന് നിൽക്കലുണ്ട്. അന്നേരം എല്ലാം വളപ്പും കാര്യങ്ങളെല്ലാം വൃത്തിയാക്കിയിട്ടേ പോലില്ലൂ. അയൽവാസികളെല്ലാവരും പറയലുണ്ട് ശ്രുതിൻ്റെ അമ്മ വന്നു കഴിഞ്ഞാൽ പരിസരമെല്ലാം വൃത്തിയാക്കും. ഇപ്പം അമ്മ വരാതുകൊണ്ട് പരിസരം നോക്കി ഇരിക്കുന്നതെന്ന് പറയും. കാരണം അമ്മ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം 1 മിനിറ്റ് പോലും വിശ്രമമില്ലാതെ എല്ലാ പണിയെടുത്തിട്ടേ അമ്മ പോലില്ലൂ. എല്ലാ പണിയെടുക്കും. അമ്മക്ക് ഒരു റെസ്റ്റ് ഇല്ലാതെ നമ്മളെ വീടിൻ്റെ പരിസരവും വൃത്തിയാക്കും, വീടിൻ്റെ ഉള്ളും വൃത്തിയാക്കും. അങ്ങനെ വൃത്തിയാക്കിയിട്ട് അമ്മ പോലും. അയൽവാസികൾ ഇപ്പോൾ എന്നോട് പറയലുണ്ട് ശ്രുതിൻ്റെ അമ്മ വന്നാൽ വീട് വൃത്തിയാവുന്നു. കാരണം അമ്മ വൃത്തിയാക്കിയിട്ടേ പോവുള്ളൂ. ഇപ്പം അമ്മ അനിയത്തിൻ്റെ കുഞ്ഞായതുകൊണ്ട് കുഞ്ഞിനെ നോക്കിയിരിക്കുകയെന്ന്. അനിയത്തിക്ക് ജോലി കിട്ടിയതുകൊണ്ട് അമ്മക്ക് കുഞ്ഞിനെ നോക്കണ്ടേ. അതുകൊണ്ട് അനിയത്തിൻ്റെ അടുക്കി ആയതുകൊണ്ട് അമ്മ വരലേ ഇല്ല. അപ്പോൾ കപ്പക്ക് എന്ത് ഭംഗിയല്ല കാണാൻ വേണ്ടിയിട്ട് മഴത്തുള്ളിയെല്ലാം പറ്റി പിടിച്ചിട്ട് ആ മഴ തോർന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തതെന്ന് ഗൈസ്. അപ്പോൾ ഇതെല്ലാം പറയാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഈ കപ്പക്ക കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്. അതിൻ്റെ ഇടയ്ക്ക് ഈ പരിസരം കാണുമ്പോൾ നിങ്ങളും വിചാരിക്കൂലേ ഇതെന്തിപ്പോൾ ഫോറസ്റ്റോന്ന്. അപ്പോൾ എന്തായാലും ഇതൊന്ന് വേഗം വൃത്തിയാക്കണം. നിറയെ തൊട്ടാവാടിയുടെ മുള്ളായതുകൊണ്ട് ഭഗവാൻ എനിക്കാവില്ല. അമ്മയും പറയലുണ്ട് നീ റിസ്ക് എടുത്തിട്ട് വൃത്തിയാക്കാനും നിൽക്കണ്ട, ഈ ചെറിയ കുഞ്ഞിനെയും കൊണ്ട് പണിയെടുക്കലെല്ലാം പരിസരത്തെ പണിയെടുക്കലെല്ലാം ഇപ്പം വേണ്ട, കുറച്ച് കുഞ്ഞെല്ലാം വലുതായിട്ടെല്ലാം എടുത്താൽ മതിയെന്ന്. ഞാൻ എല്ലാം വൃത്തിയാക്കൽ. നമുക്കത് വലിയ പുതുമയൊന്നുമില്ല. നമ്മളെ വീടിൻ്റെ പരിസരം നമ്മൾ തന്നെ വൃത്തിയാക്കണം. അതിന് പ്രത്യേകിച്ചിട്ട് വലിയ നാണക്കേണ്ട ആവശ്യമൊന്നും, ഒരു നാണക്കേടുള്ള അഭിമാനം തന്നെയാണ് നമ്മളെ വീടിൻ്റെ പരിസരം വൃത്തിയാക്കൽ. ഞാൻ അതുകൊണ്ടല്ല ഗൈസ് പറയുന്നത്, ചെറിയ കുഞ്ഞില്ലോണ്ട് അമ്മ പറഞ്ഞതെന്ന് റിസ്ക് എടുക്കണ്ടെന്ന്. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റ. നമ്മളെ തുളസിത്തറിയാണ് ഗൈസ്.